ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സവോള വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്കാണെങ്കിലും ദോശയിലേക്കൊക്കെ ആണെങ്കിൽ ഇതുണ്ടെങ്കിൽ അടിപൊളിയാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സവോളയും വറ്റൽമുളക് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ആ ഒരു മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഇവിടെ ഞാനൊരു 6 വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് ഇതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവോള ചേർത്ത് കൊടുക്കാം. 1-2 സവോള എത്രയാണോ നമുക്ക് ഈ ഒരു ഐറ്റം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അതും ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണ്ട. ഈ സവോള ഒന്ന് വാടി സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം മൂപ്പിച്ചെടുത്തിരുന്ന ആ ഒരു വറ്റൽമുളകും വെളുത്തുള്ളിയും ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഈ ഒരു സവോള ചൂട് മാറിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ തിരുമ്മിയെടുക്കണം കേട്ടോ. സ്പൂണൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര മിക്സായിട്ട് കിട്ടൂല. നല്ല പോലെ കൈ വെച്ചിട്ട് തിരുമ്മി കുഴച്ചെടുത്താലാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മതിയാവും. അതിന് പകരം നിങ്ങൾക്ക് തിരുമുന്ന സമയത്ത് പുളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് വീണ്ടും കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ചോറിലേക്കാണ് ഞാനിതവിടെ നിന്ന് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ഐറ്റാണെന്നൊക്കെ പറയില്ലേ. ചമ്മന്തി, അച്ചാർ ഇതുപോലെ കുഴച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്